കുറേ ദിവസങ്ങൾക്ക് മുൻപ് വന്ന മറ്റൊരു സമാനമായ കേസിലേക്കാണ്. അതുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റിലേക്കാണ്. ഭർത്തൃ വീട്ടിൽ നേരിട്ടത് വലിയ മാനസിക പീഡനമെന്ന് കണ്ണൂരിൽ 3 വയസ്സുള്ള കുഞ്ഞുമായി പുഴയിൽ ചാടി ജീവനൊടുക്കിയ റീമയുടെ ആത്മഹത്യാക്കുറിപ്പ്. എല്ലാ പീഡനങ്ങൾക്കും ഭർത്താവ് കമൽരാജ് കൂട്ടുനിന്നു എന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. കമൽരാജിനും മാതാവിനുമെതിരെ ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തണമെന്നാണ് റീമയുടെ കുടുംബത്തിന്റെ ആവശ്യം. അതിലെഴുതിയിരിക്കുന്നതൊക്കെ സത്യമാണ്. കാരണം അതേ പീഡനം തന്നെയാണ് മോൾക്ക് അനുഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്. അവൻ അമ്മയുടെ വാക്ക് കേട്ട് മാത്രം പ്രവർത്തിക്കുന്നത്. എൻ്റെ മോൾക്കും കുട്ടിക്കും അവിടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. കൂടുതൽ ഫീൽ ചെയ്തിട്ടുണ്ടാവുക അവൻ കുട്ടീനെ എടുത്ത് കൊണ്ടുപോകുന്നില്ല. ആ ഒരു ഭീഷണി കേട്ടപ്പോഴുള്ള പെട്ടെന്ന് മെൻ്റൽ ഷോക്കായി. അവൾ കത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യം തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള ഈ നരഭോജികൾക്ക് ഈ കേരളത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ അത് എൻ്റെ അപേക്ഷയിൽ. അതിനിടെ റീമയും ഭർത്താവുമായുള്ള ഫോൺ സംഭാഷണവും ഇന്ന് പുറത്തുവന്നു. കമൽരാജ് കുഞ്ഞിനെ ആവശ്യപ്പെടുന്നതും ഭർത്താവിന്റെ അമ്മയുടെ അടുത്തേക്ക് കുഞ്ഞിനെ അയക്കില്ല എന്ന് റീമ മറുപടി പറയുന്നതും ഈ ഫോൺ സംഭാഷണത്തിൽ ഉണ്ട്. അരുൺ പൂപ്പറമ്പ് കണ്ണൂരിലും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ചെമ്പല്ലിക്കുണ്ട് പഴയങ്ങാടിക്കടുത്തുള്ള സ്ഥലമാണ്. അവിടെ ആ പാലത്തിന് മുകളിൽ നിന്നാണ് റീമ കുഞ്ഞിനെ ദേഹത്തോട് ചേർത്ത് കെട്ടി ആ പുഴയിൽ ചാടിയത്. ആദ്യം റീമയുടെ മൃതദേഹം ലഭിക്കുന്നു. പിന്നീട് ഒരു ദിവസം കഴിഞ്ഞാണ് കുഞ്ഞിന്റെ മൃതദേഹവും ലഭിച്ചത്. വലിയ നൊമ്പരമുണ്ടാക്കിയ വാർത്തയാണ്. ഇപ്പോൾ അതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് കൃത്യമായി ഭർത്തൃപീഡനം ഉണ്ടായിട്ടുണ്ട്, മാനസികമായൊക്കെ വലിയ രീതിയിലൊരു പീഡനം അവർക്കുണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നു. ഈ ആത്മഹത്യാക്കുറിപ്പിൽ പോലും അതിൽ കൃത്യമായി ഭർത്താവ് കമൽരാജിന്റെയും ഭർത്തൃമാതാവിന്റെയും ഒക്കെ പേരുൾപ്പെടെ പരാമർശിക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്? ഒപ്പം തന്നെ ഈ കേസിന്റെ അന്വേഷണം അത് ഏത് നിലയ്ക്കാണ് ഇനി ഉണ്ടാവുക? പ്രജിൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റീമയുടെ കുടുംബം ആദ്യഘട്ടം മുതൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അത് ശരിവെക്കുന്ന അല്ലെങ്കിൽ അത് സാധൂകരിക്കുന്ന തെളിവുകളാണ് പിന്നീട് പുറത്തു വന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഇന്ന് രാവിലെ പുറത്തു വന്ന റീമയുടെ ആത്മഹത്യാ കുറിപ്പ് നേരത്തെ ഒരു ഫോണിലെ വാട്സപ്പ് സന്ദേശമായിരുന്നു തന്റെ മരണത്തിന് കാരണം. ഭർത്താവും അതോടൊപ്പം തന്നെ ഭർത്താവിന്റെ മാതാവുമാണ് എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ. കമൽരാജ് ആയിട്ടുള്ള ഭർത്താവും മാതാവുമായിരുന്നു എന്നതായിരുന്നു ഈ വാട്സപ്പ് സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ പുറത്തു വന്നത് വിശദമായിട്ടുള്ള റീമയുടെ ആത്മഹത്യാക്കുറിപ്പാണ്. അതിൽ എങ്ങനെയാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത്, അതിന്റെ കാരണത്തെ സംബന്ധിച്ച് വിശദമായി തന്നെ റീമ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവാഹശേഷം താൻ നേരിട്ടിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള പീഡനങ്ങളെ സംബന്ധിച്ച് വിശദമായി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഭർത്താവിന്റെ മാതാവ് ഉൾപ്പെടെ നിരന്തരം മാനസിക പീഡനത്തിന് ഇരയാക്കി എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒടുവിൽ വിദേശത്ത് പോയി തിരിച്ചു വന്ന ഈ ഭർത്താവ് ഈ മകനെ തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെട്ട് സമ്മർദ്ദവും ഭീഷണിയും മുഴക്കിയതോടെയാണ് തനിക്ക് മറ്റു മാർഗമൊന്നുമില്ലാതെ ഇങ്ങനെ ജീവൻ ഒടുക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന ആത്മഹത്യാക്കുറിപ്പിൽ അതിൽ പരാമർശിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ റീമ ഭർത്താവിനോട് കമൽരാജുമായി സംസാരിക്കുന്ന ഫോൺ സംഭാഷണം കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ഫോൺ സംഭാഷണത്തിലും മകനെ താൻ എടുത്തുകൊണ്ട് പോകും എന്ന് ഈ കമൽരാജ് പറയുന്നുണ്ട്. അതിന് റീമ മറുപടിയായി പറയുന്നത് മകനെ ഞാൻ വിട്ടുതരില്ല, ഭർത്താവിന്റെ മാതാവുള്ള സ്ഥലത്തേക്ക് ഞാൻ വിട്ടുതരില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. അതിലും ഒരു സമ്മർദ്ദം, പിന്നീട് ഭീഷണിയിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ ആ ഫോൺ സംഭാഷണത്തിൽ വ്യക്തമാണ്. ഇതൊക്കെയാണ് ഇതിൽ നിലവിൽ തെളിവുകളായിട്ടുള്ളത്. പഴയങ്ങാടി പോലീസിൽ അന്വേഷണം നടത്തിവരികയാണ്. നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അതിന് അന്വേഷണം നടത്തിവരികയാണ്. ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇതിന് തെളിവുകളെല്ലാം ശേഖരിച്ചതിന് ശേഷം മാത്രമേ ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്താനാകൂ എന്നതാണ് പോലീസ് പറയുന്നത്. അത്തരം നടപടിക്രമങ്ങൾ കൂടി ഇപ്പോൾ നടത്തുകയാണ്. അത് വേഗത്തിൽ വേണം എന്നതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.